ഗോദാവരിയുടെ ഡെൽറ്റ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കണ്ടൽ വനത്തിന്റെ പേരെന്താണ്? ഗോദാവരിയുടെ കൃഷ്ണനദിയുടെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്, മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്റെ 12ാമത്തെ ക്ലാസ് ആണ് ഇത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ നദികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഉപദ്വീപീയ നദികൾ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂസേജ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചതാണ്. അപ്പം ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ്സിലേക്ക് കിടക്കുക. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപദ്വീപീയ നദികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഉപദ്വീപീയ നദികളുടെ ഒഴുക്കിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപേ ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവിനെ പറ്റി നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ഒരു ചരിവുണ്ട്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ചരിവുണ്ട്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം പശ്ചിമഘട്ടമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം പശ്ചിമഘട്ടമാണ്. അതാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം. ജലവിഭാജകം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം. ഓക്കെ. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ചരിവുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിലെ നീരൊഴുക്കിനെ പശ്ചിമഘട്ടവും മധ്യ ഉന്നതടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ഏതൊക്കെയാണ്? പശ്ചിമഘട്ടവും മധ്യ ഉന്നതടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് മൂന്നായി തിരിക്കുന്നു. അപ്പോൾ ഉപദ്വീപിലെ നീരൊഴുക്കിനെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ മൂന്ന് നീരൊഴുക്ക്? ഒന്ന്, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, അതാണ് ഒന്ന്. രണ്ട്, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, അത് രണ്ട്. മൂന്ന്, വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. അങ്ങനെ മൂന്നായിട്ട് ഉപദ്വീപിലെ നീരൊഴുക്കിനെ തിരിച്ചിട്ടുണ്ട്. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നദികളെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. ഭൂരിഭാഗം ഉപദ്വീപീയ നദികളുടെയും ഉദ്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അപ്പം ഭൂരിഭാഗം ഉപദ്വീപീയ നദികളുടെയും ഉദ്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ഉപദ്വീപീയ നദികൾ കാലിക സ്വഭാവമുള്ളവയാണ് എന്ന് ഓർത്തു വെക്കുക. ഉപദ്വീപീയ നദികൾ കാലിക സ്വഭാവമുള്ള നദികളാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയും, മഴക്കാലത്ത് നിറഞ്ഞൊഴുകും. പക്ഷേ ഹിമാലയൻ നദികൾ ഇതിന് നേരെ വിപരീതമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപദ്വീപീയ നദികൾ കാലിക സ്വഭാവമുള്ളവയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായി തിരിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കൂടുതലും കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ജന്മമെടുക്കുന്നത്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ ഏതൊക്കെ നദികളാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ നദികളും അവയുടെ പോഷക നദികളുമാണ് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദികൾ. ഇപ്പോൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദികളിൽ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് മഹാനദിയാണ്. അപ്പോൾ മഹാനദിയുടെ ആകെ നീളം 857 കിലോമീറ്ററാണ്. 857 കിലോമീറ്ററാണ് മഹാനദിയുടെ നീളം. ഏകദേശം 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് വൃഷ്ടിപ്രദേശമായിട്ട് വരുന്നത്. അപ്പോൾ മഹാനദിയുടെ വൃഷ്ടിപ്രദേശമാണ് 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. മഹാനദിയുടെ ഉദ്ഭവം സിഹാവ അല്ലെങ്കിൽ അമർകണ്ടക് കൊടുമുടി. അപ്പം ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ, അമർകണ്ടക് കൊടുമുടിയിലെ സിഹാവ എന്ന സ്ഥലത്ത് നിന്നാണ് മഹാനദിയുടെ ഉദ്ഭവം. അപ്പോൾ മഹാനദിയുടെ നദീതടം നമ്മൾ പറഞ്ഞു. മഹാനദിയുടെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാനദിയുടെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. അപ്പോൾ ഛത്തീസ്ഗഡിലൂടെയാണ് ഏറ്റവും കൂടുതൽ മഹാനദി ഒഴുകുന്നത്. അപ്പോൾ മഹാനദിയുടെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ 3 ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെല്ല്, ഷിയോനാഥ്. അപ്പോൾ ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. മഹാനദിയുടെ പോഷക നദികൾ ഇബ്, ടെല്ല്, ഷിയോനാഥ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബും, ടെല്ലും, ഷിയോനാഥും.
മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് സാമ്പൽപൂറും കട്ടക്കും. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ സാമ്പൽപൂറും കട്ടക്കും. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. അപ്പോൾ നമ്മൾ ഷിയോനാഥിനെ പറ്റി പറഞ്ഞു. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. 1998 ഷിയോനാഥ് സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഷിയോനാഥാണ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയായ ഷിയോനാഥ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഹിരാക്കുഡാണ്. ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ഡാമാണ്. ഈ ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി മഹാനദിയാണ്. ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. മഹാനദിയുടെ നീളം നമ്മൾ പറഞ്ഞു 851 കിലോമീറ്ററാണ്. വൃഷ്ടിപ്രദേശം ഏകദേശം 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഈ മഹാനദിയുടെ കീഴ്ഘട്ടത്തിലാണ് മഹാനദി ഗതാഗത യോഗ്യമാകുന്നത്. മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. മഹാനദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്ത നദിയാണ് ഗോദാവരി. എന്താണ് ഗോദാവരി? ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം. 1465 കിലോമീറ്റർ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ ഉദ്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ നാസിക്കാണ്, അല്ലെങ്കിൽ ത്രയംബക് കുന്നുകളാണ്. പശ്ചിമഘട്ടത്തിലെ ത്രയംബക് കുന്നുകളാണ്. ഗോദാവരിയുടെ ഉദ്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ നാസിക്ക് അല്ലെങ്കിൽ ത്രയംബക് കുന്നുകൾ. ഗോദാവരിയുടെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ 3 ഒന്ന് മഹാരാഷ്ട്ര, 2 മധ്യപ്രദേശ്, 3 ആന്ധ്രാപ്രദേശ്. അപ്പോൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഗോദാവരിയുടെ നദീതടം ഉള്ളത്. അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഈ ഗോദാവരി നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. 49% ഒഴുകുന്നത് മഹാരാഷ്ട്രയിലാണ്. ഗോദാവരി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിലാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി, പ്രാൺഹിത, പെൻഗംഗ, മഞ്ജീര, വർധ, പൂർണ്ണ. അപ്പോൾ ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി, പ്രാൺഹിത, പെൻഗംഗ, മഞ്ജീര, വർധ, പൂർണ്ണ. ഈ ഗോദാവരിയുടെ വൃഷ്ടിപ്രദേശത്തിൻ്റെ ഏകദേശ വിസ്തൃതി 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഗോദാവരിയുടെ വൃഷ്ടിപ്രദേശം വരുന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇന്ത്യയിൽ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് ഗോദാവരി. ഇന്ത്യയിൽ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് ഗോദാവരി. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി, ഗോദാവരിയുടെ തീരത്തുള്ള രാജമുദ്രി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പോളാവാരം എന്ന സ്ഥലത്ത് ഗോദാവരി ഗിരികന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട്. പോളാവാരം എന്ന സ്ഥലത്ത് ഗോദാവരി ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നു. അപ്പോൾ ഗോദാവരി ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പോളാവാരമാണ്. എന്താണ് പോളാവാരം? 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ഒരു ആഘോഷമാണ് പുഷ്കാരം. എന്താണ് പുഷ്കാരം? 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. അപ്പോൾ ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപിയൻ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപിയൻ നദിയാണ് ഗോദാവരി. മാൾവ പീഠഭൂമിയെയും ഡെക്കാൻ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് ഗോദാവരി. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാൾവ പീഠഭൂമിയെയും ഡെക്കാൻ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏതാണ്? ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ, തെലങ്കാനയുടെ ജീവരേഖ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ, തെലങ്കാനയുടെ ജീവരേഖ എന്നിങ്ങനെ ഗോദാവരി അറിയപ്പെടുന്നു. ചിത്രാകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇന്ദ്രാവതി നദിയിലാണ്. ചിത്രാകോട്ട് വെള്ളച്ചാട്ടം ഗോദാവരിയുടെ പോഷക നദിയായിട്ടുള്ള ഇന്ദ്രാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയായിരുന്നു? ഇന്ദ്രാവതി, ശബരി, പ്രാൺഹിത, പെൻഗംഗ, മഞ്ജീര, വർധ, പൂർണ്ണ. അതിലെ ഇന്ദ്രാവതി നദിയിലാണ് ചിത്രാകോട്ട് വെള്ളച്ചാട്ടം
സ്ഥിതി ചെയ്യുന്നത്. ഗോദാവരിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് മഞ്ചീര. ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീരയാണ്. 724 കിലോമീറ്ററാണ് മഞ്ചീരയുടെ നീളം. അപ്പോൾ ഗോദാവരിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീരയാണ്. ഗോദാവരിയുടെ ഏറ്റവും വലിയ പോഷക നദി പ്രാൺഹിതയാണ്. മുമ്പേ നമ്മൾ ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീരയാണെന്നാണ് പഠിച്ചത്. ഇവിടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. അപ്പോൾ ഗോദാവരിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് പ്രാൺഹിത. 113 കിലോമീറ്ററാണ് പ്രാൺഹിതയുടെ നീളം. അപ്പോൾ ഗോദാവരിയുടെ ഏറ്റവും വലിയ പോഷക നദി പ്രാൺഹിതയും ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീരയുമാണ്. ബോർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന നദീതീരം വർദ്ധയാണ്. ബോർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന നദീതീരം വർദ്ധയാണ്. വർദ്ധ നദിയുടെ തീരത്താണ് ബോർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഗോദാവരി ഗതാഗത യോഗ്യമായിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് ഗോദാവരി ഗതാഗത യോഗ്യമായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജമുദ്രിയാണ്. ഗോദാവരി തീരത്താണ് രാജമുദ്രി. ഈ രാജമുദ്രിക്ക് ശേഷമാണ് ഗോദാവരി ഡെൽറ്റ നിർമ്മിച്ച് പലതായി തിരിഞ്ഞു പോകുന്നത്. പല ശാഖകളായിട്ട് പിരിയുന്നത് രാജമുദ്രിക്ക് ശേഷമാണ്. അപ്പോൾ ഈ ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് ഗോദാവരി ഗതാഗത യോഗ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗോദാവരിയുടെ ഡെൽറ്റ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കണ്ടൽ വനത്തിന്റെ പേരെന്താണ്? ഗോദാവരിയുടെ ഡെൽറ്റ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കണ്ടൽ വനമാണ് കൊറിങ്ക. എന്താണ്? കൊറിങ്ക. അപ്പം ഗോദാവരിയുടെ ഡെൽറ്റ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കണ്ടൽ വനമാണ് കൊറിങ്ക. അപ്പം ഗോദാവരി പിന്നീട് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ഗോദാവരിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. അടുത്ത നദിയാണ് കൃഷ്ണ നദി. കൃഷ്ണ നദിയുടെ ഉദ്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉദ്ഭവിക്കുന്നത്. കൃഷ്ണ നദിയുടെ ആകെ നീളം 1400 കിലോമീറ്റർ ആണ്. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദിയുടെ ആകെ നീളം. ഇപ്പൊ കൃഷ്ണ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ 3 ഉണ്ട്. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇപ്പൊ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ കൂടിയാണ് കൃഷ്ണ നദി ഒഴുകുന്നത്. കൃഷ്ണ നദിയുടെ ആകെ നീളം 1400 കിലോമീറ്റർ ആണ്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ. അപ്പോൾ പാതാളഗംഗ കൃഷ്ണയാണ്, തെലുങ്ക് ഗംഗ കൃഷ്ണയാണ്, അർദ്ധഗംഗ കൃഷ്ണയാണ്. അപ്പോൾ പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ്യൻ നദിയാണ് കൃഷ്ണ. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ്യൻ നദിയാണ് കൃഷ്ണ. ദക്ഷിണേന്ത്യയിൽ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ് എന്ന് ചോദിച്ചാലും കൃഷ്ണയാണ്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. ഇന്ത്യയിലെ 3ാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. ചോദ്യം ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ 3ാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. ഇന്ത്യയിലെ 3ാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. കൃഷ്ണ നദിയിലെ പ്രധാന ഡാമുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ കൃഷ്ണ നദിയിലെ പ്രധാന ഡാമുകളാണ് നാഗാർജുന സാഗർ ഡാം, അലമാട്ടി ഡാം, ശ്രീശൈലം ഡാം. അപ്പം തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന നാഗാർജുന സാഗർ ഡാം, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന അലമാട്ടി ഡാം, ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീശൈലം ഡാം, ഈ ഡാമുകളൊക്കെ കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദീതീരത്താണ്. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദീതീരത്താണ്. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന, മുസി, വർണ്ണ, മാലപ്രഭ, ഗൗഡപ്രഭ. ഇപ്പൊ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന, മുസി, വർണ്ണ, മാലപ്രഭ, ഗൗഡപ്രഭ. കൃഷ്ണ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഭീമ. അപ്പോൾ കൃഷ്ണ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഭീമ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. വിജയനഗര സാമ്രാജ്യമായ ഹംപി സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിയുടെ തീരത്താണ്. വിജയനഗര സാമ്രാജ്യമായ ഹംപി സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്രയുടെ തീരത്താണ്. ശരാവതി തുംഗഭദ്രയുടെ ഒരു പോഷക നദിയാണ്. അപ്പോൾ തുംഗഭദ്ര നദിയുടെ പോഷക നദിയാണ് ശരാവതി.
ഈ ശരാവതി ഷിമോഗയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്. ജോഗ് വാട്ടർഫാൾസ്, ജോഗ് വെള്ളച്ചാട്ടമാണ്. ഈ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. തുംഗഭദ്രയുടെ പോഷക നദിയായിട്ടുള്ള ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. മുസി നദീതീരത്താണ് ഹൈദരാബാദും ചാർമിനാറുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ്, ചാർമിനാറൊക്കെ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മുസി നദീതീരത്താണ്. മുസി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന നദി. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന നദി. അത് കൃഷ്ണ നദിയുടെ തീരത്താണ്. അപ്പോൾ കൃഷ്ണ നദി പിന്നീട് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ കൃഷ്ണ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. അടുത്ത നദിയാണ് കാവേരി. എന്താണ് കാവേരി? കാവേരി നദി ഉദ്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കുടക് അല്ലെങ്കിൽ കൂർഗ്, കർണാടകയിലെ കൂർഗ് അല്ലെങ്കിൽ കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉദ്ഭവിക്കുന്നത്. കാവേരി നദിയുടെ ആകെ നീളം 800 കിലോമീറ്റർ ആണ്. 805 എന്നും പറയപ്പെടുന്നു. അപ്പോൾ കാവേരി നദിയുടെ ആകെ നീളം 800 കിലോമീറ്റർ അല്ലെങ്കിൽ 805 കിലോമീറ്റർ. ഈ കാവേരി നദിയുടെ 3% മാത്രമാണ് കേരളത്തിൽ കൂടി ഒഴുകുന്നത്. അപ്പോൾ ബാക്കി സംസ്ഥാനങ്ങൾ കൂടി പഠിച്ചാലോ? തമിഴ്നാടും കർണാടകയും പിന്നീട് കേരളവും. അത്രയാണ് ഈ കാവേരി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ. തമിഴ്നാട്, കർണാടക, കേരളം. കാവേരി നദീതടത്തിൻ്റെ ആകെ വിസ്തീർണം 81,155 ചതുരശ്ര കിലോമീറ്റർ ആണ്. 81,155 ചതുരശ്ര കിലോമീറ്റർ ആണ് കാവേരി നദീതടത്തിൻ്റെ ആകെ വിസ്തീർണം. കാവേരി നദിയാണ് ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ദക്ഷിണ ഗംഗ കാവേരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കാവേരിയിലാണ്. കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു. കർണാടകം, തമിഴ്നാട്, കേരളം. കർണാടകം, തമിഴ്നാട്, കേരളം. ശിവസമുദ്രം, ഹൊഗനക്കൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ശിവസമുദ്രം, ഹൊഗനക്കൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ശിവസമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. 1902 ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി കാവേരി നദിയിൽ തുടങ്ങുന്നത്. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് ഗ്രാൻഡ് ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് ഗ്രാൻഡ് ഡാം. മറ്റൊരു പേര് കല്ലണൈ. കല്ലണൈ ഡാം ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് കല്ലണൈ അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാം. 1079 അടി നീളവും 18 അടി ഉയരവും 66 അടി വീതിയുമുണ്ട് കല്ലണൈ ഡാമിന്. ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണൈ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരി നദിയാണ്. കാവേരി നദിയിലാണ് കല്ലണൈ ഡാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. കല്ലണൈ അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാം പണി കഴിപ്പിച്ചത് കരികാല ചോളനാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണൈ ഡാം പണി കഴിപ്പിച്ചത്. മൈസൂരിലെ കൃഷ്ണരാജ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാവേരി നദിയിലാണ്. മൈസൂരിലെ കൃഷ്ണരാജ ഡാം അല്ലെങ്കിൽ മറ്റൊരു പേര് വിശ്വേശ്വരയ്യ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. കൃഷ്ണരാജ ഡാം അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ ഡാം കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത നമ്മൾ തുടക്കമേ പറഞ്ഞിരുന്നു. ഉപദ്വീപിലെ മറ്റ് നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ശൈത്യകാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതുകൊണ്ട് കാവേരി നദിയിൽ അങ്ങനെ നീരൊഴുക്കിൽ വലിയ കുറവ് ഉണ്ടാകുന്നില്ല. കാവേരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് മേട്ടൂർ, ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, നാമക്കൽ, തിരുച്ചിറപ്പള്ളി, കുംഭകോണം, കുടക്, സേലം, മൈസൂർ. അപ്പോൾ കാവേരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് മേട്ടൂർ, ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, നാമക്കൽ, തിരുച്ചിറപ്പള്ളി, കുംഭകോണം, കുടക്, സേലം, മൈസൂർ. ഇതിൽ ശ്രീരംഗപട്ടണമൊക്കെ ഓർത്തു വെക്കുക. ശ്രീരംഗപട്ടണം ചരിത്രത്തിനോട് ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീരംഗപട്ടണം. ആ ശ്രീരംഗപട്ടണം സ്ഥിതി ചെയ്യുന്നതും കാവേരി നദീതീരത്താണ്. ഇന്ത്യയുടെ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കലാണ്. എന്താണ്? ഇന്ത്യയുടെ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കലാണ്. നാമക്കൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം കാവേരി നദീതീരമാണ്. കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് കബനി,
ഭവാനി, പാമ്പാർ, അമരാവതി, അർക്കാവതി, ലക്ഷ്മണ തീർത്ഥം, ഹരംഗി. അപ്പോൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ, അമരാവതി, അർക്കാവതി, ലക്ഷ്മണ തീർത്ഥം, ഹരംഗി. അപ്പോൾ ഈ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കാവേരി നദീജല തർക്കം പരിഹരിക്കാനുള്ള കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 1990-ലാണ്. കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത് 1990-ലാണ്. അപ്പോൾ ഇത് പ്രകാരം 1990 വന്ന ഈ ട്രൈബ്യൂണൽ പ്രകാരം 419 TMC വെള്ളം തമിഴ്നാടിനും 30 TMC വെള്ളം കേരളത്തിനും 270 TMC വെള്ളം കർണാടകത്തിനും 7 TMC വെള്ളം പുതുച്ചേരിക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനമായി. അപ്പോൾ കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ പ്രകാരം 419 TMC വെള്ളം തമിഴ്നാടിനും 270 TMC വെള്ളം കർണാടകത്തിനും 30 TMC മാത്രം കേരളത്തിനും 7 TMC പുതുച്ചേരിക്കും കൊടുക്കുന്നു. കാവേരി നദിയുടെ പതനസ്ഥാനം നമുക്കറിയാം ബംഗാൾ ഉൾക്കടലാണ്. കാവേരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് പുംപുഹാർ. എന്താണ്? തമിഴ്നാട്ടിലെ പുംപുഹാർ. കാവേരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. എന്താണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. അപ്പോൾ ഇത് പതിക്കുന്നത് പടിഞ്ഞാറ് അറബിക്കടലിലായിരിക്കും. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ ഉദ്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. നർമ്മദ, താപ്തി മധ്യ ഉന്നതടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉദ്ഭവിക്കുന്നത്. നർമ്മദയും താപ്തിയും മധ്യ ഉന്നതടത്തിലെ, നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി പഠിച്ചപ്പോൾ മധ്യ ഉന്നതടം നമ്മൾ പഠിച്ചതാണ്. മധ്യ ഉന്നതടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് നർമ്മദയും താപ്തിയും ഉദ്ഭവിക്കുന്നത്. അടുത്ത നദിയാണ് നർമ്മദ. നർമ്മദ നദിയുടെ ഉദ്ഭവം അമർകണ്ടക് പീഠഭൂമിയാണ്. മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദ നദിയുടെ ഉദ്ഭവം. മൈക്കല മലനിരകൾ എന്നുകൂടി ഓർത്തു വെക്കുക. നർമ്മദയുടെ ആകെ നീളം 1312 കിലോമീറ്റർ. 13-12 കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ ആകെ നീളം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്ന് വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ എന്ന പദത്തിന്റെ അർത്ഥം സന്തോഷം നൽകുന്നത് എന്നാണ്. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വടക്ക് വിന്ധ്യാപർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനും ഇടയിലൂടെയുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വടക്ക് വിന്ധ്യാപർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനും ഇടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. മാർബിൾ ശിലയിൽ മനോഹരമായ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് നർമ്മദ. അപ്പോൾ നർമ്മദ ഒഴുകുമ്പോൾ മാർബിൾ ശിലകളിൽ മനോഹരമായ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. നദിയാണ് നർമ്മദ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് നർമ്മദ. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്ന് നർമ്മദ അറിയപ്പെടുന്നു. ഗുജറാത്തിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് നർമ്മദ നദിയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ, ഗുജറാത്തിന്റെ ജീവരേഖ നർമ്മദ നദിയാണ്. പ്രാചീന കാലത്ത് രേവ, ജതശങ്കരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. അപ്പോൾ പ്രാചീന കാലത്ത് രേവ, ജതശങ്കരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് മധ്യപ്രദേശിൽ കൂടിയാണ്. ദുവാന്തർ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദുവാന്തർ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ മാർബിൾ ഫാൾസ് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ലെൻസ് വ്യവസായത്തിന് പ്രസിദ്ധി ആർജിച്ച പട്ടണമാണ് ജബൽപൂർ. ഈ ജബൽപൂർ നർമ്മദ നദിക്ക് അടുത്താണ്. ജബൽപൂരിന് അടുത്താണ് ഈ മാർബിൾ ഫാൾസ് അല്ലെങ്കിൽ ദുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ നർമ്മദയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നർമ്മദയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് ജബൽപൂർ, ഹോഷംഗാബാദ്, ഓംകാരേശ്വർ, മാണ്ഡല, അമർകണ്ടക്. അപ്പോൾ ഏതൊക്കെയാണ്? ജബൽപൂർ, ഹോഷംഗാബാദ്, ഓംകാരേശ്വർ, മാണ്ഡല, അമർകണ്ടക്. അപ്പോൾ ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയ ഇന്ത്യയിലെ നദീതീരമാണ് നർമ്മദ. ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയ ഇന്ത്യയുടെ നദീതീരമാണ് നർമ്മദ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിലാണ് ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കോൺക്രീറ്റ് ഡാം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കോൺക്രീറ്റ് ഡാമാണ് സർദാർ സരോവർ അണക്കെട്ട്. ഏതാണ്? സർദാർ സരോവർ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കോൺക്രീറ്റ് ഡാം സർദാർ സരോവർ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡാണ്. മഹാനദിയിലാണ് ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്, മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ഏതാണ്? തെഹരി ഡാമാണ്. ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമോ ഭക്രാനങ്കൽ ഡാമാണ്. നമ്മൾ പഠിച്ചതാണ്. സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഭക്രാനങ്കൽ ഡാമാണ്, സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സർദാർ സരോവർ ഡാമിനെ പറ്റിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ വാലി പദ്ധതിയാണ്. ദാമോദർ വാലി പദ്ധതി. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, കല്ലണൈ ഡാമാണ്. കല്ലണൈ ഡാം കാവേരി നദിയിലാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഡാമാണ് നാഗാർജുന സാഗർ ഡാം. കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാഗാർജുന സാഗർ ഡാം. കല്ലുകൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണ് നാഗാർജുന സാഗർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമോ ബാണാസുര സാഗർ ഡാമാണ്. കബനി നദിയിലാണ്, വയനാട്ടിലെ കബനി നദിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സർദാർ സരോവർ ഡാമിനെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കോൺക്രീറ്റ് ഡാമാണ് സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്തത് 2017 സെപ്റ്റംബർ 17 2017 സെപ്റ്റംബർ 17 സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്തത്. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ. സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ നേതാവാണ് മേധ പട്കർ. എന്താണ്? മേധ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ നേതാവാണ് മേധ പട്കർ. മേധ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. മേധ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച നർമ്മദ നദി സംരക്ഷണ ദൗത്യമായിരുന്നു നമാമി ദേവി നർമ്മദ. അപ്പോൾ നമാമി ദേവി നർമ്മദ ഒരു സേവാ യാത്രയാണ് ഇത് ആരംഭിച്ചത് 2016 ഡിസംബർ 11. അപ്പോൾ ഗുജറാത്ത് തീരം പ്രാദേശികമായി അറിയപ്പെടുന്നത് സൗരാഷ്ട്ര തീരം എന്നാണ്. അപ്പോൾ സൗരാഷ്ട്ര മേഖലയിലെ വരൾച്ച തടയുന്നതിനായി ആരംഭിച്ച വൻ ജലസേചന പദ്ധതിയാണ് സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പദ്ധതി. സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പദ്ധതി SAUNI 115 ഡാമുകൾ ചേർന്നിട്ടുള്ള ഒരു വൻ ജലസേചന പദ്ധതിയാണ് ഈ സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പ്രോജക്റ്റ്. സൗരാഷ്ട്ര മേഖലയിലെ വരൾച്ച തടയുന്നതിനായി ആരംഭിച്ച വൻ ജലസേചന പദ്ധതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ SAUNI സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പ്രോജക്റ്റ്. നർമ്മദയുടെ പോഷക നദികളാണ് ഹിരൺ, ബെഞ്ചാർ, താവ, കോലാർ, ഷേർ, ചോട്ടാ താവ എന്നീ നദികൾ. ഹിരണ്, ബെഞ്ചാർ, താവ, കോലാർ, ഷേർ, ചോട്ടാ താവ എന്നിവ നർമ്മദയുടെ പോഷക നദികളാണ്. നർമ്മദയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളാണ് ഓംകാരേശ്വർ ഡാം, മഹേശ്വർ, നർമ്മദ സാഗർ, ഇന്ദിരാ സാഗർ, ബാർഗി, പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ സർദാർ സരോവർ ഡാം. ഇപ്പോൾ ഏതൊക്കെയാണ്? ഓംകാരേശ്വർ ഡാം, മഹേശ്വർ ഡാം, നർമ്മദ സാഗർ ഡാം, ഇന്ദിരാ സാഗർ ഡാം, ബാർഗി ഡാം, സർദാർ സരോവർ ഡാം. നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ. നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ.
റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കാൻഹ ദേശീയോദ്യാനം. റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ജംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമായ കാൻഹ ദേശീയോദ്യാനം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നർമ്മദയുടെ തീരത്താണ്. നർമ്മദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കാൻഹ ദേശീയോദ്യാനം. നർമ്മദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കാൻഹ ദേശീയോദ്യാനം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അഴിമുഖങ്ങൾ കാണപ്പെടുന്ന തീരം പശ്ചിമ തീരമാണ്. അഴിമുഖങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ തീരത്താണ്. കായലും കടലും ചേരുന്നതാണ് അഴിമുഖം അല്ലെങ്കിൽ എസ്റ്റുറി നമ്മൾ പഠിച്ചതാണ്. കായലും കടലും ചേരുന്നതാണ് അഴിമുഖം. ഈ കായലും കടലും ചേരുന്ന സ്ഥലത്തെ മണൽത്തിട്ട പൊഴി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അഴിമുഖങ്ങൾ കാണപ്പെടുന്ന തീരമാണ് പശ്ചിമ തീരം. നർമ്മദ അഴിമുഖം സൃഷ്ടിക്കുന്നത് ഭറൂച്ചിന് തെക്കായി 27 കിലോമീറ്റർ നീളത്തിലായിട്ടാണ്. അപ്പോൾ ഭറൂച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു സിറ്റിയാണ് ഭറൂച്ച്. ഈ ഭറൂച്ചിന് തെക്കായി 27 കിലോമീറ്റർ നീളത്തിൽ നർമ്മദ അഴിമുഖം സൃഷ്ടിക്കുന്നുണ്ട്. ഇങ്ങനെ അഴിമുഖം സൃഷ്ടിച്ച് നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശമാണ് ഗൾഫ് ഓഫ് കമ്പത്ത്. ഗൾഫ് ഓഫ് കമ്പത്ത്. അപ്പോൾ നർമ്മദ അറബിക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദയുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. അപ്പോൾ നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശമാണ് ഗൾഫ് ഓഫ് കമ്പത്ത്. അടുത്ത നദിയാണ് താപ്തി നദി. എന്താണ് താപ്തി നദി? ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി നദി. ഏകദേശം 724 കിലോമീറ്റർ ഉണ്ട് താപ്തി നദിയുടെ നീളം. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി നദി. 724 കിലോമീറ്റർ ആണ് താപ്തി നദിയുടെ നീളം. ഈ താപ്തി നദി ഉദ്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുൾത്തായി റിസർവ് വനത്തിൽ നിന്നാണ്. മധ്യപ്രദേശിലെ ബേട്ടൂർ ജില്ലയിലെ മുൾത്തായി റിസർവ് വനത്തിൽ നിന്നാണ് താപ്തി നദി ഉദ്ഭവിക്കുന്നത്. ഗോദാവരി, നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. ഗോദാവരി, നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. അപ്പോൾ താപ്തിയുടെ നീളം നമ്മൾ പറഞ്ഞു 724 കിലോമീറ്റർ ആണ് താപ്തി നദിയുടെ നീളം. 724 കിലോമീറ്റർ. താപ്തി നദീതടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. അപ്പോൾ താപ്തി നദീതടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. ഇതിൽ മഹാരാഷ്ട്രയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ താപ്തി നദി ഒഴുകുന്നത്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് താപ്തി നദിയാണ്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് താപ്തി നദിയാണ്. താപ്തിയുടെ പോഷക നദികളാണ് പൂർണ്ണ, ഗിർണ, അരുണാവതി, ഗഞ്ചൽ, അനാർ. എന്തൊക്കെയാണ്? പൂർണ്ണ, ഗിർണ, ഗഞ്ചൽ, അരുണാവതി, ആനാർ. 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. മിതവാദികളും തീവ്രവാദികളുമായിട്ട് തിരിഞ്ഞ ആ ഒരു വർഷമാണ് 1907 സൂററ്റ് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നു. സൂററ്റ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദീതീരത്താണ്. സൂററ്റ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദീതീരത്താണ്. കാക്രപാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. ഗുജറാത്തിലെ കാക്രപാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ താപ്തി നദിയിലാണ്. കാക്രപാറയിൽ ആണവ നിലയമുണ്ട്. അപ്പോൾ ഗുജറാത്തിലാണ് കാക്രപാറ സ്ഥിതി ചെയ്യുന്നത്. ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. ഈ താപ്തി നദി പിന്നീട് പതിക്കുന്നത് അറബിക്കടലിലാണ്. താപ്തി നദി പതിക്കുന്നത് അറബിക്കടലിലാണ് താപ്തി നദി പതിക്കുന്നത്. അടുത്ത നദിയാണ് ലൂണി. ആരവല്ലിക്ക് പടിഞ്ഞാറുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി. ആരവല്ലിക്ക് പടിഞ്ഞാറുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി. ലൂണി നദി രൂപം കൊള്ളുന്നതിന് കാരണമായ നദികളാണ് സരസ്വതിയും സബർമതിയും. ലൂണി നദി രൂപം കൊള്ളുന്നതിന് കാരണമായ നദികളാണ് സരസ്വതിയും സബർമതിയും. ലൂണി നദിയുടെ ഉദ്ഭവം ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വര, രാജസ്ഥാനിലെ ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ് ലൂണി നദിയുടെ ഉദ്ഭവം. ലൂണി നദിയുടെ നീളം 530 കിലോമീറ്റർ ആണ്. 530 കിലോമീറ്റർ ആണ് ലൂണി നദിയുടെ നീളം. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ലവണവാരി, സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന നദിയാണ് ലൂണി. ലവണവാരി അല്ലെങ്കിൽ സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന നദിയാണ് ലൂണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി. സാഗർമതി എന്നറിയപ്പെടുന്നത് ലൂണി നദിയാണ്. അപ്പോൾ ഉദ്ഭവസ്ഥാനത്ത്
സാഗർമതി എന്നാണ് ലൂണി നദി അറിയപ്പെടുന്നത്. ലൂണിയുടെ പതനസ്ഥാനം റാൺ ഓഫ് കച്ചിലാണ്. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിലാണ് ലൂണി നദി പതിക്കുന്നത്. അപ്പോൾ പുഷ്കർ തടാകത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. പുഷ്കർ തടാകത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ലൂണി നദിയുടെ പോഷക നദികളാണ് സുക്രി, ജോവായി, ജോജരി. എന്താണ് സുക്രി, ജോവായി, ജോജരി. പിന്നീട് പഠിക്കേണ്ടത് ഉത്തരായന രേഖയെ 2 തവണ മുറിച്ച് കിടക്കുന്ന നദിയാണ് മാഹി നദി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ച് കിടക്കുന്ന നദിയാണ് മാഹി നദി. നമ്മൾ കഴിഞ്ഞ ഭൂമിശാസ്ത്ര ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദാരോയി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് സബർമതി നദി. ദാരോയി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് സബർമതി നദി. പിന്നീട് നമുക്ക് പറയേണ്ടത് വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികളാണ്. അപ്പോൾ വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ, ടോൺസ്, സോൺ. അപ്പോൾ എന്നീ നദികളാണ് വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. അപ്പോൾ ഏതൊക്കെയാണ്? ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ, ടോൺസ്, സോൺ. ഈ നദികളെയൊക്കെ പറ്റി നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ നദികളെ പറ്റിയിട്ടുള്ള ഹിമാലയൻ നദികളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണ്? ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ, ടോൺസ്, സോൺ. അപ്പോൾ ആ ക്ലാസ്സുകളും കൂടി നിങ്ങൾ കാണുക. നദികളുടെ ക്ലാസ് മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യമുന, ഗംഗ എന്നീ നദികളുടെ ക്ലാസ്സുകളിൽ ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ, ടോൺസ്, സോൺ എന്നീ നദികളെപ്പറ്റി വളരെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ പഠിക്കേണ്ടത് ചമ്പൽ റവൈനുകൾ എന്നൊരു പാർട്ടാണ്. ചമ്പൽ റവൈനുകൾ മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ ചാലുകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതിയെ റവൈൻസ് അല്ലെങ്കിൽ ചമ്പൽ റവൈനുകൾ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭൂപ്രകൃതി, കൃഷിക്കൊന്നും അനുയോജ്യമല്ലാത്ത, യാതൊന്നിനും അനുയോജ്യമല്ലാത്ത ഒരു ഭൂപ്രകൃതിയാണ് ചമ്പൽ റവൈനുകൾ. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിലായിട്ട് ചമ്പൽ നദിയും പോഷക നദികളും ഒഴുകി തുടർച്ചയായ അപരദനത്തിലൂടെ ചാലുകൾ സൃഷ്ടിച്ച് ഒരു നിഷ്ഫല ഭൂപ്രകൃതിയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഭൂപ്രകൃതിയാണ് ചമ്പൽ റവൈനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ മറ്റൊരു ഭൂമിശാസ്ത്ര വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.